ശരിക്കും പറഞ്ഞാൽ ബംഗാളികളുടെ ഒരു എന്താ പറയാ പ്രവാസ ജീവിതം ഇവിടെയാണ് ശരിക്കും. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് കേരളത്തിലാണ്. അപ്പം തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള വിമർശനപരമായിട്ടുള്ള ഒരു പോസ്റ്റ് എത്രത്തോളം നമുക്ക് നല്ലതാണെന്നുള്ളത് വ്യക്തമല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ആശാവർക്കർമാരുടെ കേസിൽ ഒരു പരിഹാരം എന്നുള്ളതാണോ ഇതൊക്കെ? അതൊരിക്കലും അല്ല. കാരണം ആശാ വർക്കർമാരുടെ ജോലി എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. ഈ ബംഗാളി ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ പണിയെടുക്കാൻ വന്ന സമയത്തും അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരികയാണെങ്കിൽ അതിനുള്ള വാടക കൂടി നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ നമ്മൾ അത് വാടകയ്ക്ക് എടുത്ത് നമ്മൾ തന്നെ സ്വയം പണിയെടുക്കുകയാണ് ഇതിനേക്കാൾ നല്ലത് എന്നുള്ള പരാമർശം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് തൊഴിലുറപ്പ് പണിക്കാരെയും ഇവർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇട്ടിട്ട് അവർ തൊഴിലുറപ്പ് എടുക്കുന്നവർക്ക് വേതനം കുറച്ച് കൊടുക്കണം എന്നുള്ളൊരു ഇതും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതേസമയം നമ്മൾ തന്നെ പണിയെടുക്കണം എന്ന് പറയുന്ന സുരേഷ് ഗോപി എത്രത്തോളം അവിടെ പണിയെടുത്തിട്ടുണ്ട് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയുള്ള ഒരു നിലപാടാണ്. കൃത്യമായി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇപ്പൊ ആശാവർക്കർമാരുടെ കാര്യമാണെങ്കിൽ പോലും അവർക്ക് നീതി ലഭിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവരെ വന്ന് സന്ദർശിച്ചു എന്നൊക്കെ പറയുന്നത് കണ്ടു. പക്ഷെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള കാര്യം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിമാരും എല്ലാവരും സഹകരിച്ച് നല്ലൊരു തീരുമാനം എടുക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.